ശിവദാസ്, അരുൺ പറയുന്നതനുസരിച്ച് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലാണ് ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തുന്നത് എന്നതാണ്. ഈ നിലമ്പൂർ എന്ന് പറയുന്നത് PV അൻവറിന് വലിയ സ്വാധീനമുള്ള ഒരു മുനിസിപ്പാലിറ്റിയാണ്. അവിടെ ഏറ്റവും കുറവ് വോട്ട് രേഖപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ ചില സൂചനകൾ നൽകുന്നുണ്ടോ ഈ വോട്ടെടുപ്പിൻ്റെ ശതമാന കണക്കുകൾ ഈ നിമിഷം വരെയുള്ളത് എടുത്തു നോക്കുമ്പോൾ? ശിവദാസ്. നീലിമ, താരതമ്യേന പോളിംഗ് വളരെ കുറവാണ്. പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലും എല്ലാം തന്നെ ഇപ്പോഴും പോളിംഗ് കുറവാണ്. ഇപ്പോൾ ഏകദേശം 4 മണിക്കൂർ പിന്നിട്ടെങ്കിലും ഇപ്പോഴും പോളിംഗ് ശതമാനമെല്ലാം തന്നെ കുറവാണ്. 17% മാത്രമാണ് ഇതുവരെ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, വോട്ട് ശതമാനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ രാവിലെ പ്രതികൂല കാലാവസ്ഥ ഉണ്ടായിരുന്നു, അല്പം മഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ആ പ്രതികൂല കാലാവസ്ഥയൊക്കെ മാറി നിന്നു. പക്ഷേ എന്നിട്ടും ജനങ്ങൾ മടിക്കുന്ന ഒരു കാഴ്ച, പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ മടിക്കുന്ന ഒരു കാഴ്ച പലയിടത്തും നമ്മൾ കണ്ടു. പലയിടത്തും പോളിംഗ് മന്ദഗതിയിലാണ്. അതോടൊപ്പം തന്നെ കാര്യമായ ഒരു ക്യൂ ഒന്നും തന്നെ പല ഇടങ്ങളിലും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. നഗരസഭയിൽ മാത്രമല്ല, ഇത്തരത്തിൽ മറ്റു പഞ്ചായത്തുകളിൽ അടക്കം ഇത്തരത്തിലുള്ള ഒരു കാര്യമായൊരു പ്രതികരണം ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ചില ഇടങ്ങളിലെല്ലാം തന്നെ ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. വഴിക്കടവിൽ അത്തരത്തിലുള്ള ഒരു യന്ത്ര തകരാർ ഉണ്ടായിരുന്നു. പിന്നീട് അരമണിക്കൂർ കൊണ്ട് അതെല്ലാം പരിഹരിച്ചു. ആ സമയത്ത് അവിടെ വലിയൊരു ക്യൂ ഉണ്ടായിരുന്നു. അതൊഴിച്ചാൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്തായാലും ജനങ്ങളുടെ ഒരു മടുപ്പ് നമുക്ക് ഈ ഒരു തിരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയും. കാരണം ഇത് ഈ ഒറ്റ വർഷത്തിനുള്ളിൽ നടക്കുന്ന 3ാമത്തെ ഒരു തിരഞ്ഞെടുപ്പാണ്. നിലമ്പൂരുകാരെ സംബന്ധിച്ച് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ടതാണ് ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലം. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് നിലമ്പൂരുകാരും അതിൻ്റെ ഭാഗമായി. അതിനുശേഷം രാഹുൽ അവിടെ നിന്നും രാജിവെച്ച് വീണ്ടും ഒരു തിരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ വയനാടിൻ്റെ ഭാഗമായിരുന്ന നിലമ്പൂർ വീണ്ടും പ്രിയങ്ക മത്സരിച്ച സമയത്ത് വീണ്ടും തിരഞ്ഞെടുപ്പിനെ നേരിട്ടു. അതിനുശേഷം വീണ്ടും ഇപ്പോൾ മാസങ്ങൾക്കിപ്പുറം വീണ്ടും PV അൻവർ MLA സ്ഥാനം രാജിവെച്ചതോടെ വീണ്ടും മറ്റൊരു തിരഞ്ഞെടുപ്പിനെ കൂടി ഇവർ നേരിടുകയാണ്. അതിൻ്റെയൊക്കെ ഒരു മടുപ്പ് ഉണ്ട്. കാരണം അവരുടെ സമയം നഷ്ടം, അതോടൊപ്പം തന്നെ സാമ്പത്തിക നഷ്ടം അടക്കമുള്ളവ ഉണ്ട്. ആ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി ഇതിൽ പ്രതിഫലിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം നിരവധി രാഷ്ട്രീയ വിഷയങ്ങൾ ഇവിടെ നിലനിന്നിരുന്നു. പ്രത്യേകിച്ച് മൗലികവാദ സംഘടനകളുടെ ഒരു കൂട്ടുകെട്ട്, അവരുമായുള്ള വലത് മുന്നണികളുടെ ഒരു കൂട്ടുകെട്ട് വലിയ രീതിയിലുള്ള ഒരു ചർച്ചയായിരുന്നു. അതെല്ലാം തന്നെ ജനങ്ങളെ മടുപ്പിക്കുന്ന, പ്രത്യേകിച്ച് ഇവിടെയുള്ള വികസനങ്ങളൊന്നും തന്നെ കാര്യമായ ചർച്ച ഈ പര്യടന സമയങ്ങളിലൊന്നും തന്നെ കാര്യമായ ഒരു ചർച്ച ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളെല്ലാം തന്നെ കൃത്യമായി ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. അതെല്ലാം തന്നെ നമുക്ക് ഈ രാവിലെയുള്ള ഈ സമയങ്ങളിൽ, ഉച്ചയോട് അടുക്കുന്ന ഈ സമയങ്ങളിൽ കൃത്യമായി ജനങ്ങളുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ഒരു പ്രതികരണങ്ങളെല്ലാം തന്നെ ഓരോ ബൂത്തുകളിലും നമുക്ക് കാണാൻ കഴിയും. എങ്കിലും പരമാവധി വോട്ടുകൾ രേഖപ്പെടുത്തും എല്ലാവരും വോട്ട് രേഖപ്പെടുത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷയെന്നാണ് നമ്മൾ രാവിലെ കണ്ട സ്ഥാനാർത്ഥികളെല്ലാം തന്നെ പറഞ്ഞത്. NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് അല്പസമയം മുൻപ് ഏകദേശം 10 മണിയോടുകൂടി ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. കുടുംബസമേതമാണ് അദ്ദേഹം ഈ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ വന്ന് വോട്ട് രേഖപ്പെടുത്തിയത്. അതിനുശേഷം അദ്ദേഹം നമ്മളോട് തന്നെ പ്രതികരിച്ചത് വലിയ ശുഭപ്രതീക്ഷയുണ്ട്. കാരണം വികസനം ഊന്നിക്കൊണ്ടുള്ള ഒരു പ്രചാരണമാണ് പൂർണ്ണമായും ഈ ഒരു മണ്ഡലത്തിൽ NDA നടത്തിയിരുന്നത്. തുടക്കം മുതൽ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ തന്നെ അത്തരത്തിലുള്ള ഒരു പ്രചാരണമാണ് നടത്തിയത്. സ്വാഭാവികമായും ജനങ്ങളുടെ വലിയൊരു പിന്തുണ ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞിരുന്നു. എങ്ങനെയുണ്ട് ഒരു എങ്ങനെയുണ്ട് ഒരു തെരഞ്ഞെടുപ്പ് ചൂടൊക്കെ? നല്ല ചൂടായിരുന്നു. ഈ പോളിംഗ് എങ്ങനെയാണ് റിസൾട്ട് ആവുമ്പോഴത്തേനും അറിയാം ബാക്കി കാര്യം. ശക്തമായിട്ടുള്ള ഒരു വലിയൊരു തെരഞ്ഞെടുപ്പും പ്രചാരണവും ഒക്കെ ആയിരുന്നില്ല, അതിൻ്റെ ശക്തമായ പ്രചരണമായിരുന്നു. നല്ല കാരണം നന്ന് കാശ് മുടക്കിയുള്ള പ്രചരണമായിരുന്നു. ഇനി റിസൾട്ട് പറയുമ്പോൾ അറിയാം അതിൻ്റെ ബാക്കി എഫക്റ്റ്. ഇന്നലെ രാത്രിയൊക്കെ മഴ പെയ്തിരുന്നു, പക്ഷേ ഇന്ന് കാലാവസ്ഥ ഒക്കെ ഏറെക്കുറെ അനുകൂലമാണ്. അപ്പം ജനങ്ങൾ കൂടുതലായിട്ടും ഉണ്ടായിരുന്നു. രാവിലെ വരെ മഴയുണ്ടായിരുന്നു. ഇപ്പം പോളിംഗൊക്കെ ഒരുമാതിരി നല്ല ഇതിൽ വരുമ്പോഴത്തേന് മഴയൊക്കെ കുറഞ്ഞു നിൽക്കുക. ഇപ്പം ജനങ്ങളൊക്കെ വന്ന് വോട്ട് രേഖപ്പെടുത്തുന്നുണ്ടല്ലോ, വലിയൊരു പ്രതീക്ഷ തന്നെ. എല്ലാവരും കിടക്കുന്നവർ എണീറ്റ് വന്ന് വോട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ശക്തമായൊരു പ്രചാരണം തന്നെയാണ് ഈ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുന്ന വോട്ടർമാർ അടക്കം പറയുന്നത്. അത് ഇതിൽ പ്രതിഫലിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ സ്ഥാനാർത്ഥികളൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. രാവിലെ നമ്മൾ LDF സ്ഥാനാർത്ഥി സ്വരാജിനെ കണ്ടപ്പോഴും UDF സ്ഥാനാർത്ഥി അരൺ ഷൗക്കത്തും അതോടൊപ്പം തന്നെ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജും എല്ലാം തന്നെ അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷയും പ്രതികരണവും തന്നെയാണ് പങ്കുവച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള വികസനം മുൻനിർത്തിയുള്ള ഒരു
ഒരു പ്രചാരണം NDA സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. നമുക്കറിയാം ഏറ്റവും കൂടുതൽ അദ്ദേഹം മലയോര മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണ പരിപാടികളാണ്. നഗരം കേന്ദ്രീകരിക്കാതെ മലയോര മേഖല കൂടുതൽ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രചാരണമാണ് NDA സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും മലയോര ജനത കൂടുതൽ ഉള്ള ഒരു നിയമസഭാ മണ്ഡലം കൂടിയാണ് നിലമ്പൂർ. നിരവധി പ്രശ്നങ്ങൾ ഈ മേഖല നേരിടുന്നുണ്ട്. പ്രത്യേകിച്ച് കൃഷി ഉപജീവന മാർഗമായി സ്വീകരിച്ച നിരവധി ആളുകൾ ഉണ്ട്. കർഷകർ ഉള്ള ഒരു മേഖല. അതോടൊപ്പം തന്നെ അവർ നേരിടുന്ന വലിയ പ്രശ്നം വന്യമൃഗശല്യം പോലുള്ള വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത്തരം പ്രശ്നങ്ങളിലൊന്നും തന്നെ കൃത്യമായി ഇടപെടാതെ അല്ലെങ്കിൽ ആ വിഷയങ്ങൾ ഉന്നയിക്കാതെയുള്ള ഒരു പ്രചാരണമായിരുന്നു ഇടത് വലത് മുന്നണികളുടെ. പ്രത്യേകിച്ച് നഗരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രചാരണമാണ് ഈ സ്ഥാനാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടായത്. മറുഭാഗത്ത് NDA കൃത്യമായി തന്നെ മലയോര മേഖലയിൽ ഉള്ള ഒരു സ്ഥാനാർത്ഥി കൂടി ആണ് എന്നുള്ളത് ഒരു പോസിറ്റീവ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൂടുതലായി പുതിയ വോട്ടർമാർ NDAക്ക് അനുകൂലമായി വോട്ട് ചെയ്യും. മാത്രമല്ല നരേന്ദ്രമോദി കൊണ്ടുവന്ന വികസനങ്ങൾ കൃത്യമായി പറഞ്ഞുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഈ മണ്ഡലത്തിൽ അടക്കം കേരളത്തിൽ അടക്കം നടപ്പാക്കിയ പദ്ധതികൾ കൃത്യമായി തന്നെ ജനങ്ങളുടെ മുൻപിൽ ഇതുവരെയുള്ള കണക്കനുസരിച്ച് 21% പോളിംഗാണ് നിലമ്പൂരിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്.